ശ്രീജിത്ത് പണിക്കർ, ഇവിടെ നിഷ പറഞ്ഞ കാര്യത്തിന് താങ്കളുടെ മറുപടി വേണം. നിഷ പറഞ്ഞത് ധാരാളം പോസിറ്റീവുകൾക്കിടയിൽ ഒരു നെഗറ്റീവ് വന്നു, അത് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു, അത് ക്ഷമിച്ചു കളയുക എന്നാണ്. അല്ല, അങ്ങനെയല്ല. നോക്കൂ, ഇത് നമ്മൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്താൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യമല്ല. കാരണം ഒരാൾ ജയിൽ പുള്ളിയായിട്ട് ഇരിക്കുകയാണ് എങ്കിൽ ആ സമയത്ത് അയാളുടെ എല്ലാ തീരുമാനങ്ങളും ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തതിന് ശേഷം അനുകൂലമായിട്ടുള്ള ഒരു ഓർഡർ കിട്ടുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അവിടെ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ഈ ഒരു പ്രശ്നമുള്ളത് ആ ആൾ അയാളുടെ അഭിഭാഷകർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് മാത്രമേ പെരുമാറുകയുള്ളൂ. അതല്ലാതെ സ്വന്തം നിലയ്ക്ക് അവിടെ പെരുമാറാൻ പാടില്ല എന്നോ കോടതി പറഞ്ഞതുപോലെ കോടതിയോട് കളിക്കാൻ ചെല്ലരുത്, നാടകം കളിക്കാൻ പോകരുത് എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതുകൊണ്ട് അതൊരു മിസ്റ്റേക്ക് അല്ല. വളരെ പ്രഗത്ഭരായിട്ടുള്ള രാമൻപിള്ള വക്കീലിനെ പോലെയുള്ള ആൾക്കാരാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ എന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പൊ അതുകൊണ്ട് കോടതി തന്നെ പറയുന്നുണ്ട്, ഇത്ര മുതിർന്ന ഒരു അഭിഭാഷകനെ പോലും ഈ രീതിയിൽ ഗൗനിക്കാത്ത രീതിയിലത്തെ കാണോ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന നിലയ്ക്കുള്ള ഒരു പരാമർശം ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഓർക്കാതെ പോകാൻ പാടില്ല. അതായത് രാമൻപിള്ള വക്കീലിനെ കോടതിക്ക് നന്നായിട്ട് അറിയാം, ഈ ജഡ്ജിന് നന്നായിട്ട് അറിയാം, അദ്ദേഹം ഇടപെടുന്ന കേസുകളെ പറ്റി അറിയാം, അദ്ദേഹത്തിന്റെ നിയമ പാണ്ഡിത്യത്തെ കുറിച്ച് അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കക്ഷി യാതൊരു വിധത്തിലുള്ള ഡിസിപ്ലിനും ഇല്ലാതെ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ അതിൽ അനുകൂലമായിട്ടുള്ള ഒരു ഓർഡർ സെക്യൂർ ചെയ്തതിന് ശേഷവും പെരുമാറുന്നു, തനിക്ക് അധികാരമില്ലാത്ത ഏരിയയിലേക്ക് വക്കാലത്തുമായി പോകുന്നു എന്നുള്ള ഒരു കാര്യത്തിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിനും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതൊരു വശം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നന്മകളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിന്മകളെയോ നമ്മൾ കമ്പയർ ചെയ്ത് കാണേണ്ടുന്ന ഒരു അവസരമല്ല. അദ്ദേഹത്തിന്റെ ചാരിറ്റിയെ പറ്റിയോ അദ്ദേഹത്തിന്റെ സോഷ്യൽ സർവീസോ ബ്ലഡ് ഡൊണേഷനോ മറ്റു കാര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹം സൗജന്യമായിട്ട് ആൾക്കാരെ റോൾസ് റോയ്സിൽ കൊണ്ടുപോകുന്ന കാര്യത്തിനെ പറ്റി പോലും പറയാനുള്ള സാഹചര്യം ഇതല്ല. കാരണം അതിന് ഈ പറയപ്പെടുന്ന കേസുമായിട്ടോ അതിന്റെ മെറിറ്റുമായിട്ടോ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള നിരവധി ആൾക്കാരെ പറ്റി നമുക്ക് ഇങ്ങനെ പറയാനുണ്ടാകും. ഇപ്പൊ കൂട്ടിക്കൽ ജയചന്ദ്രൻ, അദ്ദേഹം ഒരു കേസിലാണ്, അദ്ദേഹത്തിന് ഇതേപോലെ മുൻകൂർ ജാമ്യം ഒന്നും കിട്ടുന്നില്ല, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇവരെല്ലാവരും തന്നെ ഏതെങ്കിലും സമയത്ത് ചെയ്തിരിക്കുന്ന നന്മയെക്കുറിച്ചാണോ പറയേണ്ടത്? അല്ല, അതിനെപ്പറ്റി പറയേണ്ടുന്ന സമയത്ത് അതിനെപ്പറ്റി പറയാം. പക്ഷേ ഇവിടുത്തെ കാര്യമോ ഇവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നതോ അവരുടെ നന്മയെ പറ്റിയല്ല. എത്ര നന്മ ചെയ്തിരിക്കുന്ന ആളാണെങ്കിലും തന്റെ സ്വത്ത് മുഴുവൻ ഈ നാട്ടിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച് തന്റെ ജീവിതം പോലും ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലും സ്ത്രീകൾക്കെതിരെ മോശമായിട്ടുള്ള പരാമർശം നടത്തിയാൽ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് അവരുടെ നന്മപരമാകുന്ന പ്രവൃത്തി തീരെ സഹായിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, നിഷ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് വാദങ്ങളുണ്ട്. ആ രണ്ട് വാദങ്ങളും കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ട വാദങ്ങളാണ്, കോടതി പരിഗണിക്കാഞ്ഞ വാദങ്ങളാണ്. അത് നമ്മൾ ഇനിയും പറയുന്നതിൽ കാര്യമില്ല. കാരണം റിലീസ് ഓർഡർ കിട്ടിയിരിക്കുന്നത് വൈകിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഓർഡർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വൈകുന്നേരം 4 മണിക്ക്, ജഡ്ജ്മെന്റ് പ്രൊനൗൺസ് ചെയ്തത് ഇത് പുറത്തു വരുന്നത് 3:30, അപ്ലോഡ് ചെയ്യുന്നത് 4 മണിക്ക്, അതിനുശേഷം അതിന്റെ ഫിസിക്കൽ കോപ്പി റിലീസ് ചെയ്തിരിക്കുന്നത് വൈകുന്നേരം 4:45, 5 മണിയാകുന്ന സമയത്ത്. എവിടെ നിന്ന്? കേരള ഹൈക്കോടതിയിൽ നിന്ന്. എവിടെയാണ് ജയില്? കാക്കനാടാണ്. അവിടെ പോകാനായിട്ട് അവിടെയുള്ള ആൾക്കാർ 7 മണി വരെ അവിടുത്തെ ഉദ്യോഗസ്ഥർ സന്നദ്ധരായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ 2 മണിക്കൂർ ട്രാഫിക് ബ്ലോക്കിനെ പറ്റി പറയുകയാണ്. ഈ വാദം കോടതിയിൽ നിലനിന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? മറ്റുള്ള ആൾക്കാരെ ഇതിനു വേണ്ടിയിട്ട് ആ ഒരു കാരണം ഉദ്ദേശിച്ചുകൊണ്ടല്ല അദ്ദേഹം അവിടെ നിന്നിരുന്നത്. ആ കാര്യവും അദ്ദേഹം കേട്ടു, അതിനു വേണ്ടിയിട്ടുള്ള സഹായം അദ്ദേഹം ചെയ്യാമെന്നാണ് പരിഗണിച്ചത്. എന്നാൽ അതിന്റെ പേരിലല്ല അവിടെ നിന്ന് പോകാതിരുന്നത് എന്നുള്ള വാദവും കോടതിയിൽ ഇവർക്കില്ലായിരുന്നല്ലോ. ഈ പറഞ്ഞിരുന്ന കാര്യമെല്ലാം കോടതി തൂത്തെറിഞ്ഞല്ലോ. ആ സമയത്താണല്ലോ കോടതി പറഞ്ഞത്, നിങ്ങളുടെ നാടകം കളിക്കാനുള്ള വേദി അല്ലിത്, നിങ്ങൾ ഇങ്ങനെ കളിക്കാനല്ല, അങ്ങനെ നിങ്ങൾക്ക് ജയിൽ പുള്ളികളോടൊപ്പം കിടക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ ബെയിൽ ഞാൻ റദ്ദ് ചെയ്ത് തരാം എന്ന് കോടതി പറയേണ്ടി വന്നത് ആ സാഹചര്യത്തിലാണ്. അപ്പൊ കോടതിയിൽ പറഞ്ഞിട്ട് കോടതി പരിഗണിക്കാത്ത വാദങ്ങളെ പിന്നീട് നമ്മൾ അവതരിപ്പിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളിവിടെ രണ്ട് തരത്തിൽ റെഫർമേറ്റീവ് ആയിട്ടുള്ള ജസ്റ്റിസ് സിസ്റ്റത്തിനെ പറ്റി അതേപോലെ തന്നെ റെട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള പണിഷ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഇതിൽ റെഫർമേറ്റീവ് മാത്രമല്ല. റെഫർമേറ്റീവ് മാത്രമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഒരിക്കലും ക്യാപിറ്റൽ പണിഷ്മെന്റ്, ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്നത് കൊടുക്കുകയില്ല. കാരണം അത് ഒരാളിനോട് ഇനി അയാൾക്ക് തിരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിലത്തേക്ക് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ്. എന്ന് വെച്ചാൽ കുറേയധികം കാര്യങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിൽ റെഫർമേറ്റീവ് സിസ്റ്റവും കുറേ അധികം കാര്യങ്ങളിൽ അത് റെട്രിബ്യൂട്ടീവുമായി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു 15 വർഷത്തിനകത്ത് പ്രത്യേകിച്ച് നിർഭയ വിഷയത്തിന് ശേഷം വളരെ കൂടുതലായിട്ട് നമ്മുടെ സിസ്റ്റം മാറിയിട്ടുണ്ട്. അതിൽ കുറ്റവാളികളായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രായത്തിന് പോലും ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ശിക്ഷ നൽകുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ശിക്ഷാവിധികൾ കൊടുക്കുക എന്ന് പറയുന്നത് റെട്രിബ്യൂട്ടീവ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. BR അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാചകം ഇങ്ങനെയാണ്, പാത്വേസ് ഓഫ് ജസ്റ്റിസ് ആർ നോട്ട് ലീനിയർ നോർ വിത്തൗട്ട് ഒബ്സ്റ്റക്കിൾസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ സിസ്റ്റത്തിനെ എല്ലായിടത്തും പാലിക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഒരു കാര്യം മാതൃകയാണ് എന്ന് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞു. ഇത്രയും ദിവസം ഒരാഴ്ചയോളം അദ്ദേഹം അവിടെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ സമൂഹത്തിനുള്ള സന്ദേശമാണ് എന്ന് പറഞ്ഞു. അത് ബോബി ചെമ്മണ്ണൂർ അറിയാത്തത് കൊണ്ടാണോ? അല്ല.
അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം അവിടെ ഒരു നന്മമരമാകാനായിട്ട് ശ്രമിച്ചു എന്നുള്ളിടത്താണ് പ്രശ്നം. അല്ലാതെ അദ്ദേഹം ഒരു ലീഗൽ എയ്ഡ് ആർക്കും കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ലീഗൽ എയ്ഡ് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ അത് 100 രൂപ മുടക്കിയിട്ടാണോ 1 കോടി രൂപ മുടക്കിയിട്ടാണോ എന്നുള്ളതിനെ പറ്റി അവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടാകേണ്ടതിന്റെ കാര്യം എന്താണ്? തന്റെ ഒരു 100 കോടി രൂപ താൻ ഇതിനു വേണ്ടിയിട്ട് മുടക്കുന്നു എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞാലും അദ്ദേഹം കോടതിയുടെ മുന്നിൽ ഇന്ന് കാണിച്ചിരിക്കുന്നത് കസർത്താണ്. 1000 കോടി രൂപ താൻ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം ഇന്ന് കാണിച്ചിരിക്കുന്നതിന് ഡ്രാമ എന്നുള്ളത് അല്ലാതെ മറ്റൊരു വാക്കില്ല. ഒരു സംശയമില്ല. എന്തുകൊണ്ടാണ് പിന്നെ ഡോക്ടർ നിഷ താങ്കൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്? ഇതൊരു നാടകമാണ്, അത് മനസ്സിലാവുന്നത് തന്നെയാണല്ലോ. ഒരു നന്മമരമാണ് താൻ എന്നുള്ള കാര്യം കോടതിക്ക് മുന്നിലും അവതരിപ്പിക്കുവാനുള്ള വലിയൊരു ഡ്രാമ കളിക്കാൻ നോക്കിയതാണ്, പക്ഷെ പൊളിഞ്ഞ് പാളീസായി. ഇപ്പൊ ശ്രീജിത്ത് പണിക്കരോട് പറഞ്ഞതുപോലെ തന്നെ എന്റെ സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരിക്കലും പറയുന്നില്ല ബോബി ചെമ്മണ്ണൂർ കാണിച്ചത് 100% ശരിയായ പ്രവണതയാണ്, അല്ലെങ്കിൽ അദ്ദേഹം വന്ന് 101% റൈറ്റ് ആണ്. പക്ഷേ ഞാൻ എന്താ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അദ്ദേഹം ചെയ്ത തെറ്റ് തിരുത്തുകയും അദ്ദേഹം അത് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ താൻ നിഷ്പക്ഷമായ ക്ഷമ ചോദിക്കുകയും ചെയ്തു കോടതിയിൽ. അതുകൊണ്ടാണല്ലോ കോടതി അക്സെപ്റ്റ് ചെയ്തത്. അവിടെ നിന്ന് ആ ഒരു സാഹചര്യത്തിൽ തനിക്ക് ബെയിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. താൻ ഇറങ്ങിയില്ല ഡ്യൂ ടു ടെക്നിക്കൽ റീസൺസ് അല്ലെ അദ്ദേഹം പറയുന്ന വാദത്തിനനുസരിച്ച് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല എന്ന ലെവലിൽ ഒരു വാദം പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് താൻ അറിഞ്ഞോ അറിയാതെ ഇന്റൻഷണൽ ഓർ നോൺ ഇന്റൻഷണൽ അദ്ദേഹം വന്നിട്ട് തനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആണ്, ഒരിക്കലും കോടതിയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, കാര്യം അത് ചെയ്യത്തുമില്ല എന്ന് താൻ ഇൻ പേഴ്സൺ വീഡിയോയിൽ പോലും ഇന്ന് ഉച്ചയ്ക്ക് 2:30-3 മണിക്ക് അദ്ദേഹം ഒരു പ്രസ് മീറ്റ് കൊടുത്തിരുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമായ ആ മനുഷ്യൻ വളരെയധികം തന്റെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും അതിന് ക്ഷമ ചോദിക്കുകയും ഇനി അത് ആവർത്തിക്കില്ല എന്ന് വളരെ ദൃഢമായിട്ട് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹം ഗിമിക് ആണ് കാണിക്കുന്നത്, വീണ്ടും അദ്ദേഹം കൊള്ളതായ്മയാണ് കാണിക്കുന്നത് പറഞ്ഞ് അദ്ദേഹത്തെ ആകെ മൊത്തവും ആക്ഷേപിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ കാര്യമല്ല. ഇവിടെ ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹമാണ് ബോബി ചെമ്മണ്ണൂർ വായടയ്ക്കുവാൻ തീരുമാനിച്ചത്, അതിനെ താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വായടയ്ക്കുന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഒരു മനുഷ്യൻ ഇപ്പൊ നിങ്ങളോ ഞാനോ ആകട്ടെ നമുക്ക് യോഗ്യമാരാണോ അല്ലെങ്കിൽ സ്വാമിമാരാണോ ഈ പറയുന്ന അവർക്ക് പോലും വികാരങ്ങൾ വരും. ഓക്കെ, ദേഷ്യം, സങ്കടം, അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിന്റേതായ പ്രോപ്പറായ മൂല്യമായ അർത്ഥത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പൊ അദ്ദേഹത്തിന് തെറ്റ് പറ്റിയില്ലെന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ. പക്ഷെ ആ മനുഷ്യൻ അതിന് ക്ഷമ ചോദിക്കുമ്പോൾ അതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കോടതി അതിന് ക്ഷമിച്ചു, കോടതി അക്സെപ്റ്റ് ചെയ്തു. കോടതിക്കാലം വലിയ ബോഡി നമ്മൾ ആരും അല്ലല്ലോ, അല്ലെ? കോടതി ക്ഷമിച്ചത് ഈ കോപ്രായങ്ങളൊന്നും അല്ല ക്ഷമിച്ചോ കേട്ടോ. തൽക്കാലം ഇക്കാര്യത്തിൽ ഈ ജയിലിൽ വീണ്ടും വിടണോ എന്ന് കോടതി ചോദിച്ചു, അപ്പോൾ ക്ഷമ പറഞ്ഞു. അപ്പോൾ ആ ജാമ്യം റദ്ദാക്കുവാൻ കോടതി പോയിരുന്നു, അത് വേണ്ടെന്ന് വെച്ചു എന്നതേ ഉള്ളൂ കേട്ടോ. ജാമ്യം പിന്നെ അദ്ദേഹത്തിന് ആ ജാമ്യം അനുവദിക്കുകയും അതുപോലെ തന്നെ അത് ഒത്തുതീർപ്പാകുകയും ചെയ്തു. അപ്പൊ അത് കോടതിക്ക് പോലും അദ്ദേഹത്തിന്റെ ശരി ഒരു മനുഷ്യനാകുമ്പോൾ ചില പാളിച്ചകളൊക്കെ വരും. ആരും 101% റൈറ്റ് ഒന്നും അല്ല. പക്ഷെ ആ അക്സെപ്റ്റൻസിലാണ് കാര്യം. എത്രമാത്രം സത്യസന്ധമായിട്ട് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. തന്റെ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു, അത് വീണ്ടും ആവർത്തിക്കാൻ പാടില്ല, താൻ ആവർത്തിക്കില്ല എന്ന് അടിച്ചു പറയുകയും ചെയ്തു. അത് ചെയ്തില്ലായിരുന്നു ഞാൻ അക്സെപ്റ്റ് ചെയ്ത് നോക്കി അദ്ദേഹം എന്താ പറയാ വളരെ അരഗന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്തത്. അപ്പൊ തന്റെ ഈഗോ എന്ന ഇംഗ്ലീഷ് വാക്കിൽ ടേക്ക് ദ ഇ ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു പ്രവണതയാണ് നമ്മളുടെ കണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ അത് താൻ മാറി തനിക്കൊരു അവസരം തരണം, അതുപോലെ തന്നെ താൻ അത് ചെയ്തുകൊണ്ട് തെറ്റുകാരനായില്ല. അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇവിടെ ശ്രീജിത്ത് പണിക്കര് പറഞ്ഞ പോലെ ചാരിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസ് അതൊന്നും തന്നെ നമ്മൾ പറയാൻ പാടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു കമന്റ് അദ്ദേഹം പാസ് ചെയ്തു അല്ലെങ്കിൽ ഇന്നൊരു സംഭവം നടന്നു, അതുകൊണ്ടാണ് ലോകത്തെ മഹാവൃത്തികെട്ടവനാണ് അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞത് ശരിയാണോ? ഈ ലോകത്ത് എല്ലാവർക്കും റൈറ്റ് ടു ലൈഫ് അല്ലെങ്കിൽ ലൈഫ് ടു ലിബർട്ടി ഉള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പൊ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും അവർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അതിനെ വീണ്ടും ക്രൂശിക്കുകയും അദ്ദേഹത്തെ തൂക്കിക്കൊള്ളണം എന്ന് പറയുന്നത് അത്ര ശരിയായ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോ അദ്ദേഹത്തിന്റെ ഫാൻസ് വന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫാൻസ് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ പടക്കം പൊട്ടിക്കും, നിങ്ങൾ എനിക്ക് മാല ഇടുന്നു. വളരെ വ്യക്തമായി അങ്ങനെ പറയരുത്, സ്വന്തം ഇഷ്ടത്തിന് വന്നതെന്നൊന്നും പറയരുത്. വെളിയിൽ സിൽബന്ധികളുണ്ട് നിഷ, വെളിയിൽ സിൽബന്ധികളുണ്ട്, ഫാൻസ് അസോസിയേഷനുകളുണ്ട്. ഞാൻ പറയുന്നത് ആ ഫാൻസ് അസോസിയേഷൻ ഓൾ കേരള ബോബിച്ചന്റെ ഫാൻസ് അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാ കേരളത്തെ കോർഡിനേറ്റേഴ്സിനെ വിളിച്ച് അദ്ദേഹം ഇൻഫോം ചെയ്യേണ്ടവരിലൂടെ ഇൻഫോം ചെയ്യുകയും താൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു, വേറെ ആരെങ്കിലും ആണെങ്കിൽ സമ്മതിക്കാമായിരുന്നു. എന്ത് ചീപ്പ് പബ്ലിസിറ്റിയും ആഗ്രഹിക്കുന്ന ബോബി ചെമ്മണ്ണൂർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ,
ചീപ്പ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞത്. ഈ ലോകത്ത് പബ്ലിസിറ്റി ഇല്ല ആവശ്യമില്ലാത്ത ആരും നമ്മുടെ മീഡിയ, ഇപ്പൊ നമ്മുടെ ന്യൂസ് ചാനൽ ആട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഞാൻ പോലും ആട്ടെ, നിങ്ങൾ പോലും ആട്ടെ, നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ വാദങ്ങളാട്ടെ, നമ്മുടെ പ്രസൻസ് ആട്ടെ, എല്ലാം തന്നെ പബ്ലിസിറ്റി തന്നെ അല്ലേ? അപ്പോഴല്ലേ 10 പേർക്ക് അറിയാൻ പറ്റൂ. ഇപ്പൊ എങ്ങനെയാണ് പബ്ലിസിറ്റി കിട്ടേണ്ടത്? ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല പരാമർശങ്ങളുമായി സ്ത്രീകളെ അപമാനിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെ താങ്കൾ പിന്തുണയ്ക്കുകയാണ്. ഞാൻ ഗോപി ചെമ്മണ്ണൂർ, പിന്നെ ഞാൻ പറയാം, ഞാൻ ഗോപി ചെമ്മണ്ണൂർ 100% ശരിയാണെന്ന് എവിടെ പറഞ്ഞില്ല. എന്റെ ഇന്നലത്തെ വാദം, ഇതേ ചാനൽ ഇന്നത്തെ വാദം കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ശരിയേ അല്ല എന്ന് പറയൂ നിഷ, ശരിയേ അല്ല, ബോബി ചെമ്മണ്ണൂർ ശരിയേ അല്ല എന്ന് പറയൂ. പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുകയും മാപ്പ് പറയുകയും ചെയ്യുമ്പോൾ അത് തൂക്കിക്കൊള്ളണമെന്ന് പറയുന്ന ഒരു പ്രവണത. ശരി ഷാബു മറുപടി. താങ്കൾ നേരത്തെ ആശങ്കപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ഒക്കെ ബോബി ചെമ്മണ്ണൂരിന് കിട്ടുന്ന പിന്തുണയും ഹണി റോസിനെ ഇപ്പോഴും മോശം പരാമർശങ്ങളിലൂടെ വേട്ടയാടുന്നതും, ആ ഒരു ആശങ്ക താങ്കൾക്ക് കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പരാമർശങ്ങൾ കേട്ടതോടെ.